ജന്മദിനാഘോഷം ഇസ്ലാമിക വിരുദ്ധം എന്ന വിസ്ഡം ഇസ്ലാമിക് ഗ്രൂപ്പ് മുജാഹിദുകളിൽ നിന്നുള്ളതായ ഒരു വിഭാഗമാണത്. അവര് നടത്തിയതായ ഒരു പരാമർശത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ അധിക പ്രസംഗം. ഈ വിസ്ഡം ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നേരത്തെ ജിന്നിന്റെ സാന്നിധ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഉണ്ടായ ചില ആശയങ്ങളും സംവാദങ്ങളും അതിനെ തുടർന്ന് മുജാഹിദുകളിൽ നിന്നുള്ളതായ ഒരു നല്ലൊരു വിഭാഗം, അവർ ബുദ്ധിജീവികളായ ഒരു വിഭാഗം തന്നെ. അവരാണ് ഈ പിന്നീട് വിസ്ഡം എന്ന പേരിൽ ഇപ്പോൾ നടന്നതായ മുജാഹിദ് ലയനത്തിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല. ഈ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അവരുടെ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് പാസാക്കിയ പ്രമേയത്തിൽ അനിസ്ലാമിക ആചാരങ്ങൾ അത് അനുഷ്ഠിക്കുക വഴി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു. ആ അനിസ്ലാമിക ആചാരത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ജന്മദിനാവകാശം. ആ അനിസ്ലാമിക ആചാരത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ജന്മദിനാഘോഷമാണ്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷം. അപ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയാൻ അത് പ്രവാചകൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളായ ഖുലഫാ റാഷിദ് ചെയ്തിട്ടില്ല എന്നത് മാത്രം മതിയോ? അത് തെറ്റാവണമെങ്കിൽ അതിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കണം? അപ്പൊ പ്രവാചകന്റെ കാലത്ത് സ്പീക്കർ ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് മതപരമായ പല കാര്യങ്ങൾക്കും നമ്മൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു, മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. അത് അനിസ്ലാമികമാണോ? അക്കാലത്ത് മൈക്രോഫോൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അനിസ്ലാമികമല്ല. നമ്മൾ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ സംഘടനകളുടെ വാർഷിക ദിനങ്ങൾ ആചരിക്കുന്നു. പ്രവാചകൻ അത് ആഘോഷിച്ചിട്ടില്ല, ആചരിച്ചിട്ടില്ല. ഉദാഹരണമായിട്ട് പ്രവാചകൻ തിരുമേനിക്ക് വഹി ഇറങ്ങി അതിന്റെ ഒരു വർഷം പൂർത്തിയായി, അത് പ്രവാചകൻ ആഘോഷിച്ചിട്ടില്ല എന്ന് വെച്ച് ഹിജ്റ സമ്മേളനങ്ങൾ കൊണ്ടാടൽ തെറ്റാണോ? 1100 വർഷം പൂർത്തിയായി, 15-ാം നൂറ്റാണ്ട് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിലെ ഇവരെല്ലാം എല്ലാ സലഫികളും അംഗീകരിക്കുന്നതായ അവിടുത്തെ ഭരണകൂടം മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ട് ആ പ്രതിനിധികളെ സ്വീകരിക്കാനുള്ളതായ അതിന്റെ ആതിഥേയ ടീമിലെ ഒരു അംഗമായിരുന്നു ഞാൻ. ഖത്തർ ദോഹയിലെ എയർപോർട്ടിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി അസീറിലെ പണ്ഡിതന്മാരുണ്ടായിരുന്നു, വേറെ പലരുണ്ടായിരുന്നു. അപ്പൊ അവിടെ അതിന്റെ വാർഷികം കൊണ്ടാടി. പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികളോ ഹിജ്റയുടെ വാർഷികം കൊണ്ടാടിയിട്ടുണ്ടോ? അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ വിസ്ഡം ഗ്രൂപ്പിന്റെയോ മറ്റുമുള്ള സമ്മേളനങ്ങൾ, ഇടയ്ക്കിടെ മഹാസമ്മേളനങ്ങൾ ചേരുന്നു. അത്തരത്തിൽ വലുതും ഉണ്ടായിട്ടുണ്ടോ? വളണ്ടിയർമാർ ബാഡ്ജ് കുത്തുന്നു. പ്രവാചകന്റെ കാലത്ത് അവർ ബാഡ്ജ് കുത്തിയിരുന്നോ? ഇപ്പോൾ ഒരു കാര്യം തെറ്റാവണമെങ്കിൽ പ്രവാചകൻ ചെയ്താത്ത എല്ലാ കാര്യങ്ങളും തെറ്റ്, അല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികൾ. ഇനി അതിന് പറയല് പ്രവാചകൻ മതത്തിൽ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം തെറ്റ് എന്നായിരിക്കും. മതത്തിന്റെ ഭാഗമായി കൊണ്ട് ചെയ്യുമ്പോൾ അത് തെറ്റ്. പ്രവാചകൻ സുബഹി നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ചത്, സമയം സൗകര്യമുണ്ട്, അതുകൊണ്ട് നമ്മളത് 3 ആക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പ്രവാചകൻ കാണിച്ചു തരാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാണ്. അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷമുള്ള കാര്യത്തിലെങ്കിലും കാര്യത്തിൽ പോലും നമുക്ക് അതുപോലെ പറയാം. പ്രവാചകൻ പ്രാർത്ഥന നിർവഹിച്ചു, എന്നിട്ട് അതിനുശേഷം എഴുന്നേറ്റ് പോയി. അത് വേണമെങ്കിൽ മതത്തിലുള്ളത് ഇല്ലാത്തെന്ന് പറയാം. അതുപോലത്തെ ഒരു കാര്യമല്ല ഇത്. പ്രവാചകന്റെ ജന്മദിനം ആചരിക്കാൻ പാടില്ല, ആഘോഷിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് ആചരിച്ചോ? പ്രവാചകന്റെ ഉടനെയുള്ളതായ കാലത്ത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ വളരെ സജീവമായി നിലനിൽക്കുന്നു. പിന്നെ അതിന്റെ ആവശ്യമില്ല. അബൂബക്കറിന്റെയോ ഉമറിന്റെയോ മറ്റോ കാലത്ത് പ്രവാചക സ്മരണ അത് എല്ലാ അർത്ഥത്തിലും അവരുടെ ഹൃദയങ്ങളിലുണ്ട്, പ്രവാചകനുണ്ട്. പിന്നെ അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. യൂസുഫുൽ ഖർദാവി നബിദിനാഘോഷത്തെ പറ്റി പറയവേ അക്കാലത്തുള്ളവർ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മനസ്സുകളിലെല്ലാം തന്നെ ആ ഓർമ്മ സജീവമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, ഞാൻ നബിദിനം ആഘോഷിക്കാൻ പോവാറുണ്ടായിരുന്നു, അതിൽ പ്രസംഗിക്കാൻ പോവാറുണ്ടായിരുന്നു. അപ്പൊ പ്രവാചകന്റെ ഉടനെ പ്രവാചകന്റെ സ്മരണ സജീവമായതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നിനെ അത് ആഘോഷിക്കേണ്ടതിന് ആവശ്യമുണ്ടായിരുന്നില്ല. പ്രവാചകൻ ആഘോഷിക്കാൻ അനുശാസിച്ചിട്ടില്ല. അനുശാസിച്ചിട്ടില്ല എന്ന ഒറ്റ കണത്തിൽ ചെയ്യാൻ പാടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതായി ഒരു കാര്യം ചെയ്യാൻ പാടില്ല. വാർഷിക ആഘോഷങ്ങൾ കൊണ്ടാടാൻ പറഞ്ഞിട്ടില്ല, മദ്രസകൾ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല, വഅദ് പരിപാടികൾ നടത്താൻ പറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാ കൊല്ലങ്ങളും മതപ്രസംഗങ്ങൾ നടത്തുന്നു. പ്രവാചകൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ രാത്രി മതപ്രസംഗം നടത്തണമെന്ന്. മദ്രസകൾ ഉണ്ടാക്കണം പറഞ്ഞിട്ടില്ല, ഇസ്ലാമിക് ലൈബ്രറികൾ ഉണ്ടാക്കണം പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് ആരും പുസ്തകം എഴുതിയിട്ടില്ല. ഇസ്ലാമികമായി പുസ്തകം എഴുതാൻ പാടില്ലേ?
ആ പുസ്തകത്തിന്റെ പ്രകാശകർമ്മം നിർവഹിക്കാൻ ചടങ്ങുകൾ നടത്തുന്നില്ലേ? അതിന്റെ പോലും വാർഷികങ്ങൾ ഉണ്ടാക്കാറില്ലേ? അപ്പൊ ഇതെല്ലാം അതിനനുസൃതമാണോ? ഇസ്ലാമിക പ്രബോധന ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതായ ഏതെല്ലാം സംഗതി ശിർക്കില്ലാത്ത രീതിയിൽ, അത് പുതിയ എന്തെങ്കിലും കടത്തിക്കൂട്ടാത്ത രീതിയിൽ അത് ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഒറ്റയടിക്ക് പ്രവാചകന്റെ ജന്മദിനം അതിൽ ചെല്ലുന്നതായ ഏതെങ്കിലും മാലയിലോ മൗലൂദിലോ ഷിർക്ക്പരമായ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം. അഥവാ വല്ലവർക്കും അത് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ, അങ്ങനെ അഭിപ്രായമില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാം. ആ വാചകങ്ങൾ ചെല്ലണ്ട എന്ന് വെക്കുക. ഒന്നോ രണ്ടോ വാചകങ്ങളെ പറ്റിയുള്ള പരാമർശമുണ്ട്, മാറ്റി നിർത്താം. പക്ഷെ തീരെ ആഘോഷിക്കാൻ പറയുന്നത് എന്തർത്ഥത്തിലാണ്? പ്രവാചകൻ, ഞാൻ ആവർത്തിച്ച് പറയാം, പ്രവാചകൻ ചെയ്യാത്തതായ എന്നാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതായ ഒരു കാര്യമല്ല അവിടെ ചെയ്യുന്നത്. പിന്നെ പ്രവാചകന്റെ കാലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സ്മരണ ഏതിലൂടെയാണ് നിലനിൽക്കുന്നത്? ഹജ്ജിലൂടെ. ഹജ്ജിന്റെ ഓരോ പ്രവാചകന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുശാസിച്ചതനുസരിച്ച് നിങ്ങൾ ഹജ്ജിന് വരിക, ഖുർആനുള്ള വചനങ്ങളാണ്. എന്തിനാണ് ഇബ്രാഹിം നബിയിലേക്ക് ചേർക്കുന്നത്? മുഹമ്മദ് നബിക്ക് പറഞ്ഞാൽ പോരെ നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന്? എന്തിനാണ് ഇബ്രാഹിം നബിയിലേക്ക് ചേർക്കുന്നത്? ഇബ്രാഹിം നബിയുടെ പാദമുദ്രകൾ പതിഞ്ഞതായ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പാദമുദ്രകൾ പതിഞ്ഞതായ സ്ഥലത്തിലൂടെ ഓടുന്നതിനാ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച വീടില്ല, അതിന്റെ തൊട്ടടുത്ത്. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വീട് സന്ദർശിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടേ? അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ മക്ബറ ഉണ്ടല്ലോ അതിന്റെ തൊട്ടടുത്ത്, ജനത്തിൽ അവിടെ തന്നെ മസ്ജിദിന്റെ അടുത്ത്, എന്തുകൊണ്ട് നിങ്ങൾ അത് സന്ദർശിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് മുൻകഴിഞ്ഞതിലെ ഏറ്റവും മഹാനായ പ്രവാചകന്റെ സ്മരണ നിലനിർത്തുന്നതാണ് ഹജ്ജ് എന്ന ചടങ്ങ്. ആ ചടങ്ങിനെ അദ്ദേഹം അനുധാവനം ചെയ്യുന്നു, അത് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു, അവിടെ പോകുന്നതിന്റെ ഒരു മഹൽ കൃത്യമായി കാണുന്നു, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഇബ്രാഹിം നബിയെ മാറ്റി നിർത്തിക്കൊണ്ട്, എന്തുകൊണ്ട് മുഹമ്മദ് നബിയിലേക്ക് ചേർക്കത്തോട് തന്നെ എന്തുകൊണ്ട് ഹജ്ജ് ഉണ്ടായില്ല? ഓർമ്മകൾ, സ്മരണകൾ, വീരകൃത്യങ്ങൾ അത് അനുസ്മരിക്കപ്പെടേണ്ടതാണ്. അതിലെന്താ തെറ്റുള്ളത്? പിന്നെ വേറുള്ള ആരോടെങ്കിലും സദൃശ്യമായി പോകുന്നു എന്നതാണ് ഇവിടെ വിഷ്ണുക്കാർ പറയുന്നത്. അങ്ങനെ വിട്ടു നിൽക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓണത്തിന്റെ ദിവസം പായസം പാടില്ല. ആര് പറഞ്ഞു? ആ ദിവസം നിങ്ങൾ പായസം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സാമ്പാർ കഴിക്കാൻ പാടില്ല. ഒരു പൊതുസമൂഹത്തിനോട് ഇസ്ലാം വിരുദ്ധമല്ലാത്ത ഏതെല്ലാം കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കാനും സഹകരിക്കാനും ഈ ബഹുസ്വരതയെ നമുക്ക് എങ്ങനെയൊക്കെ ആവാഹിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ചിദ്രതയുണ്ടാക്കാം, എങ്ങനെ അകന്നു പോകാം, എങ്ങനെ വേറിട്ട് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ആവശ്യത്തിലധികം വലിയ താടിയും ആവശ്യത്തിലധികം പാൻസ് ഉയർത്തലും ഇതുകൊണ്ടൊക്കെ കൂടി ഒരു പ്രത്യേക വർഗമായി ഇതിൽ നിന്നാണ്, ഈ ഒരാശയത്തിൽ നിന്നാണ് ചില ശുദ്ധ ജീവികൾ ഉണ്ടാവുന്നതും അവർ യമനിലേക്ക് ആടിനെ നോക്കാൻ പോകുന്നതും അവർ ദിമിഷ്കിലേക്കും മറ്റു സിറിയയിലേക്കുമെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ പോകുന്നതും ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതും ഞങ്ങളിത് അവിടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്നൊക്കെ മൊബൈൽ ഫോണിൽ വിളിച്ചു പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതിനൊക്കെ? പിന്നെ നബി ജന്മദിനത്തിന് ആ ദിനം എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു മഹാൻ ജനിച്ചതായ ദിവസം തീർച്ചയായും നല്ല ദിവസമാണ്. നമ്മൾ വരാറില്ലേ ഒരു കാലയപ്പത്തിന്റെ അലാഖിന്റെ ദിവസം, ഒരു നല്ല ദിവസം. അന്ന് കുട്ടികൾക്ക്, ചെറിയ കുട്ടികളിലും അവരുടെ സ്ത്രീകളിലൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി മിഠായി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ പായസം കൊടുക്കുക, മധുരം കൊടുക്കുക. ഇതെല്ലാം എങ്ങനെ തെറ്റാവുന്നത്? ആരെങ്കിലും ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നത് വിചാരിച്ച് മറ്റുള്ള അതുപോലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്യുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ അനുകരിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്ന ഹജ്ജിനെ പോലും പരിഷ്കരിക്കുകയാണല്ലോ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ ചെയ്തത്. ഹജ്ജിനെ പൂർണ്ണമായി നിരോധിച്ചോ? പണ്ട് ചെയ്ത ഇല്ല. കഅബയുടെ തവാഫ് പണ്ടുണ്ടായിരുന്നു. പക്ഷെ കഅബ തവാഫ് ചെയ്യുമ്പോൾ അന്ന് നഗ്നരായി തവാഫ് ചെയ്യുമായിരുന്നു. അൽയൗമ യബ്ദു ജുൽദുഹു ഔ കുല്ലുഹു വമാ ബദാ മിൻഹു. ഇന്ന് വസ്ത്രം ഒരുപക്ഷെ പൂർണ്ണമായും നഗ്നമായിരിക്കും, അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും. അതിനൊന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പാടി അത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ തവാഫിനെ നിലനിർത്തിയില്ലേ? തവാഫ് തെറ്റല്ലാത്തതുകൊണ്ട് തവാഫ് നിലനിർത്തി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു ശിർക്കുമില്ലാതെ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാ നമ്മളതിന് നിരാകരിക്കുന്നത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, സൂറത്ത് മറിയമിൽ യഹ്യാ നബി യഹ്യ ഖുദിൽ കിതാബ്, സക്കരിയ നബി യഹ്യാ നബിയുടെ ജനനത്തിന് വേണ്ടി വളരെയധികം നൊന്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ കുട്ടിയുണ്ടായി. ഉടനെ യഹ്യയോട് പറഞ്ഞു ഗ്രന്ഥം എടുക്കൂ. എന്നിട്ട് യഹ്യ എന്താ അവസാനം പറയുന്നത്? വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുഖ്റജ ഹയ്യ. ഞാൻ ജനിച്ചതായ ദിവസം, ഞാൻ പിന്നെ പുനർജനിക്കുന്ന ദിവസം, അതിന് അഭിവാദ്യം എന്നല്ലേ പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാം അസ്സലാമു അലൈഹി യൗമ ഉലിദ്തു, ഞാൻ ജനിച്ചതായ ദിവസത്തിന്. അപ്പൊ ജനിച്ച ദിവസത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് അപ്രധാനം എന്ന് പറയുന്നത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ എന്താ ചോദിച്ചത്? അയ്യോ മിൻ ഹാദ, ഇത് ഏതാണ് ദിവസം? ആ ദിവസത്തിന്റെ മഹത്വമുണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ ആ മഹത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ, ഞാൻ ഒരു കാലഘട്ടത്തിലും ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അനാവശ്യമായിട്ട് എന്തെങ്കിലും വേർതിരിവുണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വേർതിരിവിനല്ല, എങ്ങനെയാണ് നമുക്ക് അടുക്കാൻ കഴിയുക, അകലാനുള്ള മാർഗങ്ങളല്ല, അടുക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഈ പറയുന്നത്. പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക സ്മരണ പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ചാനലിൽ പറഞ്ഞതുപോലെ പ്രവാചകന്റെ പേര് എവിടെയുള്ളത്? ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം കേൾക്കാം ബാങ്കിനിടയിൽ. അതിന് എന്താ ഏതാന്നുള്ള എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രവാചകനെ പരാമർശിക്കുന്നത്? അറബികളുടെ ഇടയിൽ ഒരുത്തൻ ദേഷ്യം പിടിക്കുമ്പോൾ അവർ പറയും അള്ളാഹു സല്ലി അല നബി, ഞാൻ നബിന്റെ ഒരു സ്വലാത്തിയല്ലേ. അപ്പൊ അയാൾ പറയും അള്ളാഹു സല്ലി അല മുഹമ്മദ്. ഇത് നമ്മളുടെ ഒന്നും ആ പരിപാടിയില്ല. പ്രവാചകൻ ഇല്ലാതായിരിക്കുകയാണ്. അതോടൊപ്പം പ്രവാചകൻ ഉണ്ട്. അപ്പൊ അന്ന് പിന്നെ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന RSSന്റെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്ത് കൂടിയ തോതിലുള്ളതായ സ്ത്രീകളെല്ലാം പ്രസവിച്ചു കൂട്ടുന്നു, കണ്ടമാനം സ്ത്രീകൾ കല്യാണം കഴിക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദി ഏതെങ്കിലും വ്യക്തികളുടെ എന്ന് പറഞ്ഞാൽ IS പോലുള്ളവരുടെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ കൊണ്ടല്ല. ഇതിന്റെ പ്രഭവസ്ഥാനം അഥവാ പ്രവാചകനിലാണ് ഇത് അന്വേഷിക്കേണ്ടത്. IS ഭീകരത ഇത് പ്രവാചകൻ ഉണ്ടാക്കി തീർത്തതാണ്. പ്രവാചകനാണ് ഇവിടെ രക്തം ചിന്താൻ ആഹ്വാനം ചെയ്തത്. പ്രവാചകൻ അവതരിച്ച വിശുദ്ധ ഖുർആനിലാണ് അതുള്ളത്. അതല്ല, പ്രവാചകൻ കാരുണ്യത്തിന്റെ ഉടൽ രൂപമായിരുന്നു. അദ്ദേഹം ഈ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമായിരുന്നു. അദ്ദേഹം കുട്ടികളുടെ പ്രവാചകരായിരുന്നു. അദ്ദേഹം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവസാന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ? നിസാ, സ്ത്രീകളുടെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, അവരെ നിങ്ങൾ ഒരു നിലക്കും വേദനിപ്പിക്കരുത്, അവരുടെ കാലിനടിയിലാണ് സ്വർഗം എന്നെല്ലാം പറയുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തൊരു മഹാനാണ് അദ്ദേഹം. ആ രീതിയിൽ ആരാണത് വകവെച്ചു കൊടുത്തത്? വിധവകളെ നിങ്ങൾ എഴുതി തള്ളരുത്, വിധവകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അദ്ദേഹം പ്രാവർത്തികമാക്കി. കഴിച്ച കല്യാണങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ പെൺകുട്ടിയെ മാത്രമേ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളൂ. വിധവകളുടെ അഭയമായിരുന്നു അദ്ദേഹം. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഇങ്ങനെ വിധവകളുടെ, പാവപ്പെട്ട അനാഥകളുടെ കാര്യത്തിൽ അനവക്കാഫിൽ എത്തി മാക്കഥ, അനാഥകളെ സംരക്ഷിക്കുക, ഞാനും അനാഥകളെ രക്ഷിക്കുന്ന സ്വർഗത്തിൽ ഇത് ഒന്നിച്ചിരിക്കും. ഇങ്ങനെ അനാഥകൾക്ക് വേണ്ടി, ആവശ്യതകൾക്ക് വേണ്ടി, ഈ കുന്നാ മുൽത്തഹിദീന ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ മർദ്ദിക്കപ്പെട്ടു, ഇതുകൊണ്ട് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് എന്താണ്? ഈ ആളുകൾക്ക്, ഈ ലോകത്ത് ഇരയാക്കപ്പെട്ടവർക്ക്, മർദ്ദിതർക്ക്, പീഡിതർക്ക് അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം. വളരെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞതാണ്. ആ ഒന്നിനെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ നിർഭാഗ്യവശാൽ മദ്രസയിലെ ചില ഉസ്താദന്മാരും അതുപോലെയുള്ള പള്ളി കമ്മിറ്റിയിലെ കുറച്ച് ആൾക്കാരും ചേർന്ന് കുറച്ച് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വളരെ ദുർബലമായ മുസ്ലിം സമുദായത്തിന് കാണിക്കാൻ കഴിയുന്നതിന്റെ 1000-ലൊരു ശക്തി യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നില്ല. പിന്നെ അവർ പറയുന്നത് വഴി തടയുന്നു. ഏതെങ്കിലും ഒരു മദ്രസ വിദ്യാർത്ഥികൾ കൊല്ലത്തിലൊരിക്കൽ ഒരു ചെറിയൊരു പതാക എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് റോഡിലൂടെ 1/2 കിലോമീറ്റർ നടക്കുന്നതാണോ ഇവിടെ വഴി തടയുന്നത്? കോഴിക്കോട് നഗരത്തിലോ ബോംബെ നഗരത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നഗരത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് അമ്മാതിരി നടക്കുന്നുണ്ടോ? ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ചെറിയ തോതിൽ ഒന്നിങ്ങനെ നടക്കുന്നതിനാണ് വഴി തടയരുത്. ഇവിടെ ശോഭയാത്രയിലൂടെ എന്തെല്ലാം തരത്തിലുള്ളതായ ബഹളവും വഴിതടയിൽ നടക്കുന്നു. അന്നെന്താ പ്രമേയം പാസ്സാക്കാത്തത്? ഇവിടെ ഇപ്പൊ പ്രമേയം പാസ്സാക്കുമ്പോൾ മറ്റു ഘോഷയാത്രകളും, അത് ഞാൻ ഇവരെ മാത്രം ഉദ്ദേശിച്ചല്ലോ, MSS അവർ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് പറയുകയുണ്ടായി മതഘോഷയാത്രകൾ നിരോധിക്കണം. ഈ റബീഉൽ അവ്വൽ വരുമ്പോഴുള്ളതായ ഈ ചെറിയ തോതിലുള്ളതായ മദ്രസാധ്യാപകന്മാരുടെയും ഉസ്താദുമാരുടെയും മദ്രസാ കുട്ടികളുടെയും ആ ചെറിയ പ്രകടനത്തിന് എതിരെ പ്രമേയം പാസ്സാകാൻ നിരവധി കമ്മിറ്റികൾ മത്സരിക്കുക. അതേ അവസരത്തിലോ ഇത്തരത്തിലുള്ളതായ ശോഭയാത്രകൾ പോലെയുള്ളത് പലതരത്തിലുള്ള ഗണപതി ഉത്സവം, അതിന്റെ യാത്രകൾ, അതിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, സംഘടനകൾ, ഇതൊന്നും പ്രമേയത്തിന് വിഷയമില്ല. ഭീരുത്വം, സ്വന്തം സമുദായത്തിന്റെ അതിന്റെ അവസാനത്തെ ആ വാലിൽ ഒരു ഇത്തിരി ജീവനുണ്ടെങ്കിൽ ആ ജീവന്റെ തുടിപ്പ് പോലും ഇവിടെ പ്രകടിപ്പിച്ചു പോകരുത്. കാരണം വേട്ടയാടപ്പെടും. നിങ്ങൾ ചലനമറ്റ് കിടക്കൂ, നിങ്ങൾ നിർജീവമായ പോരാ, നിങ്ങളിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് സമുദായങ്ങൾ അറിയരുത്, നമുക്ക് ജീവിച്ച് മരിക്കണം. ഇതല്ലേ സന്ദേശത്തിന്റെ അർത്ഥം?
ഒന്നിനും കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ താടി രോമങ്ങൾ വളർത്തി നീട്ടിക്കൊണ്ടും പാൻസ് കയറ്റി കൊടുത്തുകൊണ്ട് മാത്രം ഇസ്ലാമിനെ നിലനിർത്താൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. ഇസ്ലാമിന് വിരുദ്ധമായി എന്താണ് ഇതിൽ അടങ്ങിയത് എന്ന് ചൂണ്ടിക്കാണിക്കാതെ വെറുതെ പ്രമേയം പാസാക്കിക്കൊണ്ട് പോവാമെന്ന് വിചാരിക്കേണ്ട. വിശദീകരിക്കണം എന്തുകൊണ്ടാണ് അത് ഹറാമാണെന്ന്.